നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ബീഹാറിൽ രാഷ്ട്രീയ പോരാട്ടം കനക്കുകയാണ്. ഒപ്പം ഇന്ത്യ മുന്നണി കരുത്താർജിക്കുന്നു. നിരവധിയായ ഘടകകക്ഷികൾ ഇന്ത്യ മുന്നണിക്കൊപ്പമുണ്ട്. RJD ആണ് അവിടെ പ്രധാന പാർട്ടി. അവരാണ് ഡിസിഷൻ മേക്കേഴ്സ്. 26 ലോക്സഭാ സീറ്റുകളിൽ അവർ മത്സരിക്കുകയും 9 സീറ്റുകൾ കോൺഗ്രസിന് നൽകി ശേഷിക്കുന്ന 5 സീറ്റുകൾ ഇടതു മുന്നണിക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വികാസ്ശീൽ ഇൻസാഫ് പാർട്ടി എന്ന മുകേഷ് സാഹ്നിയുടെ പാർട്ടി, ആ പാർട്ടിക്കും സീറ്റുകൾ കൊടുക്കാനാണ് ഇപ്പോൾ തേജസ്വി യാദവിൻ്റെ നിർദ്ദേശം. ഇതിലൂടെ ശക്തമായിട്ടുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയം സൃഷ്ടിക്കാൻ കഴിയും. ഗോപാൽഗഞ്ച് അടക്കമുള്ള മേഖലയിൽ മുകേഷ് സാഹ്നിയുടെ സാന്നിധ്യം എത്രത്തോളമാണ് എന്നുള്ളത് കൃത്യമായി അറിയുന്ന നേതാവാണ് തേജസ്വി യാദവ്. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് ഇപ്പോൾ അനിവാര്യം അണികളെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അതിനു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഒരു സീറ്റ് പോലും ലഭ്യമാകാതിരുന്ന ഒരു കക്ഷി എന്ന രീതിയിൽ RJDക്ക് ഇത്തവണ പരമാവധി സീറ്റുകൾ നേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രത്തിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതിരിക്കുക എന്നുള്ളത് ഇന്ത്യ മുന്നണിയുടെ അഭിമാനാർഹമായ പ്രശ്നമാണ്. അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ ദേശീയ തലത്തിൽ നടത്തുന്നു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന നരേന്ദ്രമോദിയുടെ മോഹം, അതും 370 സീറ്റ് എന്ന രീതിയിലൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ജനാധിപത്യത്തോടുള്ള ഇദ്ദേഹത്തിൻ്റെ വെല്ലുവിളിയല്ലേ എന്ന് വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. 40 ലോക്സഭാ സീറ്റുകളുള്ള ബീഹാറിൻ്റെ രാഷ്ട്രീയം എങ്ങനെ തന്നെ ആയിരുന്നാലും അത് BJPക്ക് പ്രതികൂലമായിരിക്കും എന്ന് തന്നെ BJP നേതാക്കളായ സുശീൽ കുമാർ മോദി അടക്കമുള്ള നേതാക്കൾക്ക് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചാഞ്ചാട്ടക്കാരനായ നിതീഷ് കുമാറിനെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അധിക നാൾ കഴിയില്ല എന്ന് BJP നേതൃത്വത്തിന് കൃത്യമായി അറിയാം. നിതീഷ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള ഗിമിക്സുകൾ അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇനി വർക്കൗട്ട് ആകില്ല. പിന്നെയാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന ചോദ്യമുണ്ട്. നിതീഷ് കുമാർ കഴിഞ്ഞ തവണ, അതായത് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ സ്വന്തം പാർട്ടി വെണ്ണീറാകുന്ന കാഴ്ചയാണ് കണ്ടത്. 43 സീറ്റുകളിലേക്ക് ഒതുങ്ങി. അന്ന് BJP 75 സീറ്റുകൾ നേടിയതുകൊണ്ട് കഷ്ടിച്ച് കേവല ഭൂരിപക്ഷം നേടിയെടുക്കാൻ കഴിഞ്ഞു. എന്നാൽ ഇക്കുറി ദേശീയപരമായി BJP നോട്ടമിട്ടിരിക്കുന്നത് ഐക്യജനതാദളിൻ്റെ സമ്പൂർണ്ണമായ പതനമാണ്. ഐക്യജനതാദളിലെ നിരവധി പേർ BJPയിലേക്ക് ചേക്കേറാനിരിക്കുകയാണ്. അത് മനസ്സിലാക്കിയായിരുന്നു ഇടക്കാലത്ത് RJDയുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത്. എന്നാൽ ഇപ്പോഴും വീണ്ടും BJPയുമായി സഖ്യമുണ്ടാക്കിയ ഈ അവസരവാദിയുടെ രാഷ്ട്രീയത്തെ JDUക്കാർ പുച്ഛത്തോടെയാണ് തള്ളുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ JDU നേതാക്കൾ പറയുന്നുമുണ്ട്. RJDയിലേക്ക് പോകാൻ JDUവിൽ കുറേയധികം നേതാക്കൾ ശ്രമിക്കുന്നു, BJPയിലേക്ക് പോകാൻ കുറേയധികം ആളുകൾ ശ്രമിക്കുന്നു. അങ്ങനെ പിളർപ്പിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വോട്ട് ഷെയറിൽ ഗണ്യമായ കുറവ് ഇക്കുറി ഐക്യ ജനതാദളിനുണ്ടാകും എന്നതും 10% പോലും ബീഹാർ രാഷ്ട്രീയത്തിൽ നേടാൻ കഴിയില്ല എന്നതും വ്യക്തമാക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്.